എല്ലാം സെറ്റായിട്ടുണ്ട്. ചൂണ്ടിടാനാണ് നമ്മുടെ പയ്യനാണ് മെയിൻ. കണ്ടില്ലേ, അവനെ കൊണ്ട് അത് താങ്ങാൻ പറ്റുമെന്ന് പറയുന്നത്. പക്ഷെ എന്നാലും അവൻ്റെ ഒരു ഇൻട്രസ്റ്റ് അത് നമ്മളത് മാനിച്ച് അവനെ കൂടെ കൊണ്ടുപോയിക്കാണ്. ഇനിയിപ്പോൾ അവൻ്റെ അടുത്ത ആഗിനാണ് അടുത്ത മെയിൻ. അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള പിന്നെ ഫീഡ് ചെയ്യണമല്ലോ, ഫീഡ് ചെയ്തിട്ടാണല്ലോ ക്യാച്ച് ചെയ്തത്. അതിന് വേണ്ടിയുള്ള എല്ലാം അവനാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പം മഴ വരുന്നുണ്ട്. കുറച്ച് നേരത്തെ ഇറങ്ങാൻ നോക്കിയതോ നടന്നില്ല. എന്നാലും നമ്മൾ പോകുന്നുണ്ട്. ഇനിയിപ്പം മഴ വന്നാലും വലിയ കുഴപ്പം കാണത്തില്ലായിരിക്കാം. നമ്മളെന്തായാലും ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ചെക്കനെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പറഞ്ഞ ചെക്കൻ അവനെ വിളിക്കണമെന്ന് പറഞ്ഞാൽ അവനിപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കാതെ അവൻ കയറിഞ്ഞു വന്നു. അതിൻ്റെ വീട്ടിലോട്ട് പോകേണ്ട വന്നില്ല. ആൽഫയാണ്. ആൽഫ നമ്മുടെ കൂടെ ഓൾറെഡി വീഡിയോസൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമ്മുടെ പോകുന്ന വഴിയാണ് കേട്ടോ. നമ്മൾ നടന്നു പോയിക്കൊണ്ടേ തൊട്ടടുത്ത് തന്നെയാണ്. അവിടെ പോകുന്ന വഴിയാണ് ഇത്. കാഴ്ചകളൊക്കെ നമ്മളിവിടെ വന്നിട്ട് കുറേ നാളായി. ഈ സ്പോട്ടൊക്കെ പണ്ട് വരുന്നതാണ്. ഇപ്പം മോൻസൺ പറയുന്നു ഈ കാണുന്ന കുറ്റിയുടെ അത്രയും വെള്ളം കയറുന്നതാണ്. ഇപ്പം വെള്ളം നല്ല രീതിയിൽ പറ്റി കിടക്കുക. അപ്പം മീൻ കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. എന്തായാലും നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ പോയാണ്. മെയിൻ ആശാനാണ്. കണ്ടില്ലേ, റൊണാൾഡോയുടെ ജേഴ്സി ഇട്ടുകൊണ്ടിരിക്കുന്നത് CR7 ഇപ്പോഴത്തത്. ഇപ്പം പണ്ടത്തെ ജേഴ്സിയാണ്. ചെക്കൻ അത്രയും വലിയ ഫാനാണ്. എന്താണ് ചെയ്യുന്നത്? ഇതിന് ഇടാനായിട്ടുള്ള ബീറ്റ്. ഇതാണ് നമ്മൾ ഇടുന്നത്. അങ്ങനെ ചെക്കൻ അതിനെല്ലാം സെറ്റ് ചെയ്ത് ഇവരൊരു കില്ലാടിയാണ്. അപ്പം ഇവിടെ അല്ല, തൊട്ട് താഴെയാണ് നമ്മൾ കോർക്കേണ്ടത്. വിട്ടിട്ട് ഇവിടെ കൊത്തുമ്പോൾ നമ്മൾ ഇതുവഴി അടിച്ചു കിട്ടും. വലിയ ഇതൊന്നുമില്ല. അത് നമുക്ക് പുതിയൊരു അറിവാണ്. കാറ്റ് ചെയ്തോ? അതിനെ കൊത്ത് കിട്ടുന്നുണ്ട് കേട്ടോ. എടുത്തോണ്ട് പോയി. ഇനിയിപ്പോൾ ഉള്ളത് നമുക്ക് കാത്തിരിപ്പാണ്. ഇതിന് നല്ല ക്ഷമ വേണം. എന്ന് വെച്ചാൽ അനക്കാതെ നിന്നാലേ മാത്രമേ കൊത്ത് കിട്ടുമ്പോൾ നമുക്ക് പൊക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളതിനായിട്ട് ഇരിക്കുകയാണ്. പോരാത്തതിന് നല്ല അന്തരീക്ഷം ഇച്ചിരി മാറി വരുന്നുണ്ട് മഴയുടെ രീതിയിൽ. നല്ല മഴയായി പോയിട്ടുണ്ട്. എന്നാലും നമ്മൾ കുടയും റെയിൻകോട്ടൊക്കെ എടുത്ത് ഇറങ്ങാൻ പോയാണ്. എത്രത്തോളം പോസിബിൾ ആണെന്ന് അറിയില്ല. എന്നാലും നമ്മൾ ഇറങ്ങുന്നുണ്ട്. നിർത്തിയിട്ടില്ല അല്ലേ, മഴ ഉണ്ടല്ലേ. അതാ ആൽഫോ റെയിൻകോട്ടായിട്ട് ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. ഞങ്ങളുടെ വലിയ വലിയ ചെക്കൻ. എന്തെങ്കിലും ഉടക്കുന്നുണ്ടോ? നൈസായിട്ട് വലിച്ചു കയറ്റി. എന്റെ മോനെ ആൽഫോ. ഇനിയിപ്പോ കണ്ടിട്ട് ഇച്ചിരി സീനാണ് കേട്ടോ. ഇതിന്റെ മുള്ളുണ്ട്. ഇനിയിപ്പം നമ്മുടെ കായലിന്റെ മകനായ ഹഗിനാണ് ഇപ്പം കാണിച്ചു തരാം കേട്ടോ. എന്റെ മന ആ മീനെ പിടിക്കുന്നത് തേടിനെ പിടിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ.
ഇതാണ് കൊമ്പ്. ഈ കൊമ്പ് തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സീനാണ്. ഇത് കൂത്തിരിക്കുന്ന ഇതാണ് സംഭവം. ഓടിച്ചിട്ടാണ് നമ്മളിവിടെ. നമുക്ക് അതും എടുത്തിട്ട് നീ പിടിച്ചതിന് ശേഷം ഇതുവരെ കിട്ടിയിട്ടില്ല മീൻ വേറെ ആർക്കും. കിട്ടുമോ? ആശിനെ കൊണ്ട് നടക്കൂടാ? ഫുഡ് കൊടുക്കാൻ കിട്ടുമോ നോക്കാം. കൊല്ലാൻ പറ്റുന്ന മനുഷ്യൻ നമ്മളെ ചെക്കൻ റിസ്ക് എടുത്ത് പോകുന്നുണ്ടോ? ഓ അതിന്റെ പുറത്ത് നിന്നിട്ട് ഇയാൾ ചുണ്ടിടാൻ പോയാ? പണ്ടേ എനിക്ക് പേടിയാണ്. ചാവാൻ പോകുന്നു. നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. കണ്ടിട്ടുണ്ടായില്ലേ? നമ്മൾ ഇവിടെ നിന്ന് അപ്പുറത്തെ തുരുത്തിലോട്ടൊക്കെ പോകണമെങ്കിൽ പണ്ട് ഫോണൊന്നുമില്ലായിരുന്നല്ലോ. ആ ടൈമിൽ നമ്മളിവിടുന്ന് വിസിലായിരുന്നു ഏക മാർഗം. വിസിലടിക്കുക. അപ്പം ഏകദേശം വീട്ടുകാർക്ക് മനസ്സിലാവും ആരാ വന്നിട്ടുള്ള വിസിലടിക്കുന്ന പോയത്. ഒരു പ്രത്യേക ഒരു രീതിയിലൊക്കെയാണ്. അത് ഈ കൈ കൊണ്ടൊന്നുമല്ല, എല്ലാ ഈ ചുണ്ട് കൊണ്ടിട്ട് തന്നെ നല്ല രീതിയായിരിക്കും. ഇപ്പം നമുക്ക് വല്ലിപ്പഴൊക്കെ വീട്ടിൽ പോകുമ്പോഴത്തേക്കും അവർ വിസിലടിക്കും, അവർ വെള്ളം കൊണ്ടുവരും, അങ്ങനെയൊക്കെ ആയിരുന്നു. അത് നല്ല രസമാണ് ഇവിടെ നിന്ന് അപ്പുറത്ത് പോകാം. പക്ഷേ ഇത് കുറച്ച് ദൂരം ഉണ്ടെങ്കിലും ഈ റിസ്ക്കാണ്. റിസ്ക് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഈ എപ്പോഴും ബോട്ട് പോകുന്നതാണ്. ഇവിടെ നിന്നാണ് നേരെ കടലിലോട്ട് ബോട്ട് പോകുന്നത്. അപ്പം അങ്ങനെ അതിൻ്റെ ഒരു നമ്മൾ ശ്രദ്ധ വേണം. രാത്രിയൊക്കെ ആണെങ്കിൽ വെള്ളം വരുന്ന അറിയത്തില്ല. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ കുഴപ്പമില്ല, നല്ല സ്ഥലമാണ് കേട്ടോ. അപ്പുറത്തൊക്കെ ആ കാണുന്നത് ഒരു സെമിനാരിയാണ്. എന്തെങ്കിലും വീഡിയോ ഒക്കെ എടുക്കുമ്പോഴത്തുണ്ടല്ലോ ഈ ആഷിൻ അവൻ പറയുന്ന കാര്യങ്ങളൊന്നും ചേർത്തൊന്നുമില്ല. അവൻ ആവശ്യമില്ലാത്ത കാര്യത്തിൽ എല്ലാം ഇടപെടും. അവൻ ഇവിടെ ഒന്ന് നേരത്തെ അത്യാവശ്യം നല്ലൊരു ഡാൻസ് കളിച്ചേട്ടോ. അതൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോഴേക്കും അവന് ജാട. അവനെ ഇവിടെയുള്ള നാട്ടുകാർക്ക് മൊത്തം അറിയാന്നുള്ള രീതിയിലാണ്. എവിടെ 4, 3, 7 പേർക്ക് അറിഞ്ഞാൽ അറിഞ്ഞു. പൊക്കല്ലേ വലിയ മീന വലിയ മീന. പൊക്ക് പൊക്ക് പൊക്ക്. ഇങ്ങോട്ട് വരുന്നുള്ളു, അങ്ങോട്ട് ഓടുക. അങ്കിളടുത്ത് പറയണ ശരിയാ. വള്ളത്തിനടിയാ. വള്ളത്തിൽ പോയിട്ട് പൊക്കിരുത്താൻ ഇനിയിപ്പോ എടുത്തോണ്ടിരാ. പൊട്ടി വന്നോ? അച്ഛനെ പോയി വെള്ളം എടുത്തുണ്ടോ? ഇങ്ങനെ നോക്കുന്ന ചൂണ്ട പോയാ ഇപ്പൊ വെള്ളം കുടിക്കൂല്ലേ? മുങ്ങിച്ചിരി വലിച്ചടച്ചാ ഒന്നോടെ ഇടാന്നല്ലോ. അല്ല, ചൂട് അങ്ങോട്ട് പോണം. ആ കിട്ടിയാ? നീന്തിട്ടോ ചെറുതായിട്ടുണ്ട്. വെറുതെ ചൂണ്ട കളയാണ്ട് പൊട്ടിച്ചാലിട്. നോക്ക, ഇത് കൊച്ചു കുത്തി നോക്ക്. നമ്മുടെ ചെക്കൻ തിരിച്ചു വരാം. അത് പൊക്കിയെടുക്കാൻ പറ്റിയില്ല. പിന്നെ
എത്ര കിലോടാ? 2 കിലോ അവൻ 5 കിലോയുടെ മീനെന്ന് പറഞ്ഞത്. വീഡിയോ എടുക്കുന്നപ്പോഴേക്കും 1 2 ഇവന്റെ സംസാരം ഉണ്ടല്ലോ. നമുക്ക് കിട്ടിയിരിക്കുകയാണ്. സാറ് വീട്ടിൽ പോയി എടുത്തിട്ടുണ്ടെന്ന് ഞാനാ പറഞ്ഞു കൊടുത്തത് ഇതൊക്കെ. ഏത് പെണ്ണിനാ? എവിടെ പോയാലും കാണാല്ലേ. അത് കിട്ടി. ഈ കൊച്ചു പയ്യന്റെ ചെക്കന് ഇറക്കണ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. ഇപ്പൊ പറഞ്ഞ പറഞ്ഞ പോലില്ല. പട്ടിയില്ല. കറന്നു പോകാതെ വരണം പിടിച്ചു. ഷാൻഡി പറഞ്ഞല്ലേ, ഷാൻഡി പള്ളിയിൽ നിന്ന് വരുമ്പോ എല്ലാരും ഉറങ്ങി നിൽക്കണം. എടേ ജോൺസൺ നീ പോടാ. ഞാൻ പോകുന്നില്ല, ഞാൻ ചുമ്മാ പറഞ്ഞു. നീ പോ. പിന്നെ എടാ അങ്ങനല്ല. എടാ ഞാൻ നാളെയും പോകുന്നുണ്ട്. അവസ്ഥ നോക്കണേ. സ്വന്തം റിവ്യൂ നല്ലതാന്ന് പറഞ്ഞ് 3 വട്ടം കാണുന്ന ആളുണ്ടോ? 3 വട്ടം കാണുന്നില്ല. കാണേണ്ടി വന്നതാണ്. ഒരേത്തിനെ കൊണ്ടുപോട്ടെ. രണ്ട് ചൂണ്ടായിട്ട് വന്നത്. ഇപ്പൊ നമുക്ക് 3 ചൂണ്ടായിട്ടുണ്ട്. ഈ കില്ലാടി ചെയ്ത കാര്യങ്ങൾ പറഞ്ഞ ഇവന്റെ അടുത്ത് തന്റെ ഹക്കിം പറഞ്ഞ് ഞാൻ ചൂണ്ടെടുത്ത് എറിയാൻ പോയാണ്, നീ അത് പിടിച്ചോ, അറ്റത്ത് പിടിച്ചോണം. അവൻ ധൈര്യമായിട്ട് എറിഞ്ഞു വെച്ചാൽ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് ലാസ്റ്റ് ചൂണ്ടെ മൊത്തത്തിൽ തറയിൽ പോയി. അങ്ങനെ അതിപ്പോ നമ്മുടെ ചെക്കൻ പൊക്കി എടുത്തതാണ്. എന്താ നീ ഇത് ചുമ്മാ ഇട്ട് വെച്ചിരുന്നേ? ആരാ ഇട്ടേ? ഓ മോനെ 2 അല്ല 2 വലിയ കാല. അത് പേരായി പോയി. അല്ല കാലൊക്കെ ഉണ്ട്. അതിന് 2 ഒരുമിച്ച് വിട്ടുതരാം കേട്ടോ. ഒരുമിച്ച് വിട്ട അവിടെ കാലുപിടി എടുക്കട്ടെ. അതിന്റെ ബാക്കി പിടിക്കാൻ അറിയോ? എനിക്കറിയാം. അടി കൊണ്ടൊരു സുഖമാണ്. എനിക്കറിയാം. അങ്ങോട്ട് അങ്ങനെയാണെങ്കിൽ 2 എണ്ണത്തിന് നമുക്ക് തന്നെ എടുക്കായിരുന്നു. അപ്പം പിടിച്ചുവിടാൻ പോകാനുള്ള പരിപാടിയോ? കാരണം ഓർമ്മയിലേ കിട്ടിയുള്ളൂ. പിന്നെ നമ്മള് ഇതുവരെ മീനോടെ ഇട്ടത്. മറ്റേ കുഞ്ഞു മീനെ ഫീഡ് എടുക്കാം നമുക്ക് ഓസ്കാറിന്. വേണ്ട അത്യാവശ്യം വലിയ മീനാണ്. അല്പം വേണ്ട, ഇനി തുടണ്ട. വേണ്ട പോട്ട്. പോവാനൊരു ആഗ്രഹമില്ലായിരുന്നു. ഓക്കെ ഗായ്സ്, ഞാൻ പോവുകയാണ്. ഓക്കെ, നമ്മള് പിടിച്ച 2 മീനാണ്. അപ്പൊ ഒന്നും ചെറുതായിരുന്നു. അപ്പൊ തന്നെ നമ്മള് തിരിച്ച് വിടാൻ നോക്കി, അത് നടന്നില്ല. എന്ന് വെച്ചാൽ അത് ഡെഡായി പോയി. നമ്മള് കഴിവതും നോക്കി. അപ്പം മറ്റേ 2ാമത് പിടിച്ചത് അതേപോലെ തന്നെ തിരിച്ചു വിട്ടു. അപ്പം ഈ ഡെഡായ ആളെ നമുക്ക്
നമ്മുടെ വീട്ടിലെ ചെറിയൊരു മുതലുണ്ട്, അയാൾക്ക് കൊടുക്കാനുണ്ട്. അപ്പം അയാൾ കഴിക്കോ ഇല്ലെന്ന് അറിയില്ല. അയാൾക്ക് കൊടുക്കാൻ പോയാണ്. കൊടുക്കുന്നത് നമ്മുടെ ആഹിനാണ്. ഹാൻഡ് ഫീഡിങ്. വയറ് നിറഞ്ഞ് ഫുഡ് കൊടുക്കും. ഓ ക്യാച്ച്. അപ്പം ചേച്ചി പറയുന്നത് ഇന്ന് വയറ് നിറച്ചും ഫുഡ് കൊടുത്തിട്ടുണ്ട്. അപ്പം അത് കാരണം അയാൾ എത്രത്തോളം കഴിക്കുമെന്ന് അറിയില്ല. അതിന്റെ ഇടയ്ക്ക് നമ്മള് പുറത്ത് പോയിട്ട് വരുമ്പോഴേക്ക് ഇയാള് മെയിൻ ശല്യമാണ്. ഇവിടെ വീട്ടുകാർക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമുക്ക് ശല്യമാണ്. ഇന്നത്തെ വീഡിയോസ് എല്ലാം എൻഡ് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ളതെന്ന് പറയാത്ത പനി വരുമോ ഇല്ലയെന്ന് അറിയില്ല. നമുക്ക് വന്നാലും കുഴപ്പമില്ല, പക്ഷേ കൊച്ചു പയ്യന് അവര് വന്നില്ല സീന. നിങ്ങൾ അവിടെ കണ്ട കാഴ്ച എന്താണെന്ന് എനിക്കറിയോ? പറഞ്ഞാൽ താൻ വിശ്വസിക്കോ?